ഈ വരുന്ന നവംബർ 22-ാം തീയതി, അതായത് 2-3 ദിവസം കഴിയുമ്പോൾ എൻ്റെ സർജറിയാണ്. അപ്പം 21-ാം തീയതി ഹോസ്പിറ്റലിൽ പോയിട്ടിരിക്കുന്നോ? എങ്ങനെ പോകുന്നു? പൊടീസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് എങ്ങനെ പോകുന്നു? പോകുന്നതാണ് നമ്മുടെ ആരതിപ്പൊടി. എവിടെ പോകുന്നു? ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. സോ വെൽക്കം ടു അവർ വ്ളോഗ്. അങ്ങനെയാണോ പറയേണ്ടത്? അയ്യോ, എനിക്ക് വ്ളോഗിങ് പരിപാടിയൊന്നും പരിചയമില്ല. അപ്പൊ ചുമ്മാ വീഡിയോ ഇങ്ങനെ ഇരുന്നപ്പം നമ്മൾ ഫ്രീ ആയിട്ട് ഇരുന്നപ്പോഴത്തേക്ക് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ പൊടീസിലാണ്. പൊടി, ഒരു ഹായ് പറയൂ. പൊടി ഒരു ഹായ് പറഞ്ഞിരിക്കുകയാണ്. പൊടി, എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? എങ്ങനെ പോകുന്നു? പൊടീസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് എങ്ങനെ പോകുന്നു? സക്സസ്ഫുൾ ആണ് അല്ലേ? അല്ല, ഏറ്റവും എന്താ പറയാ മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ദിവസം ഏതാണ്? ഫെബ്രുവരി 16. ഏത് വർഷം? 23 ഫെബ്രുവരി നമ്മുടെ എൻഗേജ്മെന്റ് നടന്ന ദിവസം പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക സുഹൃത്തുക്കളെ, ഫെബ്രുവരി 16, 2023 നമ്മുടെ എൻഗേജ്മെന്റ്. 22 23 അതുപോലും ഓർമ്മയില്ല. ഓക്കെ, സോ അപ്പം മെമ്മറബിൾ ആയിട്ടുള്ള ദിവസം ഏതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഫെബ്രുവരി 16, 2022 പറഞ്ഞിരിക്കുന്നത്. പഠിക്കുഞ്ഞെ മിസ്റ്റേക്ക് പറ്റിയല്ലേ? ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള ദിവസം എങ്ങനെ മറക്കുന്നത്? പറയൂ, കേക്കട്ടെ. ആണോ? താങ്കളെ ചേർന്ന് എണീക്കാമോ? ഓക്കെ, സോ ഒരു അലമ്പ്, ഒരു എന്താ പറയാ, ഒരു വ്ളോഗ് അല്ലേ, ചുമ്മാ വലിയ കണ്ടന്റ്. അപ്പോൾ റീസെന്റ് ഞാനൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തപ്പോഴാണ് ഡോക്ടറാണ് പറഞ്ഞത്, ഡയഗ്നോസ് ചെയ്തു എനിക്ക് മൂക്കിൽ ഡീവിയേറ്റഡ് നേസൽ സെപ്റ്റം, എൻ്റെ മൂക്കിന് ഒരു ചെറിയ വളവും ചെറിയൊരു മാംസത്തിന്റെ ഗ്രോത്ത് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഈ വരുന്ന നവംബർ 22-ാം തീയതി, അതായത് 2-3 ദിവസം കഴിയുമ്പോൾ എൻ്റെ സർജറിയാണ്. അപ്പം 21-ാം തീയതി ഹോസ്പിറ്റലിൽ പോകണം. 22-ാം തീയതി സർജറിയാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഓപ്പൺ റൈനോപ്ലാസ്റ്റിയാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു കുറച്ച് ദിവസം, ഒരാഴ്ച വരെയൊക്കെ നേസൽ പാക്കേജ് ഉണ്ടാവും. അത് കഴിഞ്ഞ ഡെർമറ്റോളജിയുടെ ക്ലിനിക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒന്ന് പ്ലാൻ. പേർക്കും കൂടെ ചെയ്യാം, ഒരു ബിസിനസ്സും കൂടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നല്ലോണം എൻഗേജ്ഡ് ആയിട്ട് പോവാം. അതിന്റെ കൂട്ടത്തില് ഞാനൊരു കോസ്മെറ്റോളജി, ഒരു ഡെർമറ്റോളജിയുടെ ക്ലിനിക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒന്ന് പ്ലാൻ ഉണ്ട്. സോ അപ്പം ട്രിവാൻഡ്രത്ത് ഞാൻ ഓൾറെഡി നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം കൊച്ചിയാണ് കുറച്ചുകൂടെ എല്ലാവരും പറയുന്നത് പ്രിഫറബിളി നല്ലൊരു ഏരിയ, സ്പോട്ട് എന്ന് പറയുന്നത്. കാരണം എല്ലാവർക്കും ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. കാരണം ട്രിവാൻഡ്രം വന്നിട്ട് തിരിച്ചു പോകാന്ന് പറയുന്നത് ഈ നോർത്ത് കേരള അല്ലെങ്കിൽ മലബാർ കേരളയിലുള്ള ആൾക്കാർക്കൊക്കെ അതൊരു ചടങ്ങാണ്. സോ കൊച്ചി ആകുമ്പോൾ ഈസി ആയിട്ട് എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൊച്ചിയിൽ തന്നെയാണ് നോക്കുന്നത്. എന്താണല്ലേ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഒരു സമയത്ത് അത്രയും തരംഗമായിട്ടുള്ള ഒരാളായിരുന്നു ഈ പറഞ്ഞ ആള്. ഇപ്പൊ അതേ കണ്ട ഒരു പൂച്ചക്കുട്ടീനെ പോലെ വന്നിരിക്കണം. അന്ന് ഗർജിക്കുന്ന സിംഹമൊക്കെ ആയിരുന്നു. ഈ കിടന്ന് അലർച്ചയും അങ്ങനത്തെ പരിപാടിയൊക്കെ ഇട്ടിരുന്നു. അന്ന് വൈലന്റും ഇന്ന് സൈലന്റും ആയപ്പോ പുള്ളി. അപ്പൊ എന്തായാലും പുള്ളി പറയുന്നുണ്ടല്ലോ, പുള്ളിയുടെ മൂക്കിന്റെ സർജറിയുടെ കാര്യമൊക്കെ പുള്ളിക്കാരൻ ഈ ഒരു വ്ളോഗിനകത്ത് പറയുന്നുണ്ട്. ഇപ്പൊ ഒരു പുതിയതായിട്ട് ഇട്ട വ്ളോഗാണ്, പൊടീസ് ആൻഡ് പൊടീസ് വേഴ്സസ് പൊടീസ് എന്ന് പറഞ്ഞ നമ്മുടെ ആരതി പൊടിയുടെ ചാനലിനകത്താണ് ഇപ്പൊ ഈ ഒരു വ്ളോഗും കാര്യങ്ങളൊക്കെ ഇട്ടത്. അപ്പൊ ഈ ഒരു വ്ളോഗിനകത്ത് പുള്ളിക്കാരൻ പറയുന്നുണ്ടായി, അതായത് 1,00,000 വ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ വ്ളോഗ് കണ്ടിന്യൂ ചെയ്യും എന്നുള്ള രീതിക്ക് പുള്ളിക്കാരൻ പറയുന്നുണ്ടായി. അപ്പൊ ആ ഒരു സംഭവം എന്തായാലും പുള്ളിക്കാരൻ കണ്ടിന്യൂ ആയി ചെയ്യട്ടെ എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാര്യം കുറെ നാളായി പുള്ളിനെ പോലെയുള്ള ഒരാൾ, കാര്യം കണ്ടന്റ് ക്രിയേറ്റർ ആണല്ലോ പുള്ളി. അപ്പൊ ആ ഒരു പുള്ളി ഒന്നും ഇങ്ങനെ വെറുതെ ഇരിക്കേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പൊ പുള്ളിയും തിരിച്ച് വ്ളോഗും പരിപാടിയൊക്കെ ഇട്ട് വരട്ടെ. അപ്പൊ അങ്ങനെ നമുക്ക് പുള്ളി അങ്ങനെ പിന്നെ ലൈവ് ആവട്ടെ എന്ന് തന്നെ ഞാൻ പറയുന്നത്. പിന്നെ ഈ ഒരു ഇതിനകത്ത് ഇപ്പൊ ഒരു കമന്റും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു. അതായത് ഇപ്പൊ ആരതി പൊടി കൊള്ളൂല, ദിൽഷയായിരുന്നു കുറേ കൂടെ നല്ലതെന്നൊക്കെ പറഞ്ഞിട്ടൊരു കമന്റ് വന്നിട്ടുണ്ടായി. അപ്പൊ ആ ഒരു കമന്റിനെ പറ്റിയിട്ടൊക്കെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഞാൻ ഒരിക്കലും പറയില്ല അതായത് ഇപ്പൊ ആരതിപ്പൊടി മോശമാണ് ദിൽഷയാണ് നല്ലത്, അങ്ങനെയൊന്നും ഞാൻ പറയില്ല. ഇപ്പൊ ദിൽഷ ഓർ ആരതിപ്പൊടി എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ദിൽഷയാണെന്ന് പറയും. അല്ലെങ്കിൽ ദിൽഷേനെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം എന്നും പറഞ്ഞാൽ ആരതിപ്പൊടി മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. അപ്പൊ ദിൽഷ ഞാൻ കൂടുതൽ ഇഷ്ടം ഇപ്പൊ ഈ ദിൽഷ മറ്റേ റോബിന്റെ ഔദാര്യം കൊണ്ടാണ് ജയിച്ചത് എന്നൊക്കെ ഉള്ള രീതിക്ക് പല രീതിക്കുള്ള ആൾക്കാർ ഇപ്പോഴും പറഞ്ഞു നടക്കുന്നുണ്ട്. അതിനോടൊക്കെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഒരിക്കലും ദിൽഷ ജയിച്ചതെന്ന് പറഞ്ഞാൽ റോബിന്റെ ഔദാര്യം കൊണ്ടല്ല.
ദിൽഷ ജയിച്ചത് ദിൽഷയുടെ കഴിവ് കൊണ്ടാണ്. ഇപ്പൊ റോബിന്റെ വോട്ട്, റോബിന്റെ ഫാൻസിനെ റോബിൻ വഴി തന്നെ ദിൽഷ അത് കൺവേർട്ട് ചെയ്ത് ദിൽഷയുടെ വോട്ടാക്കി ദിൽഷ ജയിച്ചു. അത് ആരുടെ കഴിവാ? ദിൽഷയുടെ കഴിവാണ്. അതല്ലാണ്ട് ഒരിക്കലും റോബിന്റെ കഴിവല്ല അത്, റോബിന്റെ ഔദാര്യം അല്ല അത്. അപ്പൊ ആ ഒരു കാര്യത്തിനകത്തൊന്നും ഞാൻ റോബിനെ ഇതാക്കൂല. കാര്യം അതൊക്കെ ദിൽഷയുടെ കഴിവ് തന്നെയാണ് ആ ഒരു കാര്യം. അപ്പൊ ആ ഒരു കാര്യത്തിനകത്തൊക്കെ എനിക്ക് ദിൽഷേനെ തന്നെയാണ് ഇഷ്ടം. പിന്നെ ആരതിപ്പൊടിയും ഇപ്പൊ റോബിനായിട്ടൊക്കെ അടിപൊളിയായിട്ട് ഇങ്ങനെ പോകുന്നു. അപ്പൊ ഇവര് തമ്മിൽ കല്യാണം കഴിച്ചോ? എന്റെ ഒരു സംശയമാണ്. അതായത് മുന്നേ ഇവർ ഇപ്പൊ കെട്ടും എന്ന് പറഞ്ഞിട്ടായിരുന്നു കുറെ നാൾ നിന്നേച്ചത്. പിന്നെ ഇതിനെപ്പറ്റി വിവരം ഒന്നും ഉണ്ടായില്ല. ഇപ്പോഴത്തെ എന്താണ് ഇവരെ കറണ്ട് അവസ്ഥ? ഇവരെ എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞെന്ന് പറയുന്നുണ്ട്. ഞാൻ പിന്നെ ഇവരെ എല്ലാ വീഡിയോ അങ്ങനെ കുത്തിയിരുന്ന് കാണാറൊന്നുമില്ല. ഇപ്പൊ യാദൃശ്ചികമായിട്ട് കണ്ടപ്പോഴത്തേക്കും ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വന്നതാണ്. അപ്പൊ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ വീഡിയോയുടെ കമന്റ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാൻ. പലർക്കും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ. സീ യു.